മക്കളെ, വെൽക്കം ടു വേദാന്തു മലയാളം. എല്ലാവർക്കും വേദാന്തു മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളെ എക്സാം സീസൺ ഇങ്ങനെ അടുത്തുകൊണ്ടിരിക്കുകയാണ് അല്ലേ. അത് ക്രിസ്മസ് പരീക്ഷണം മാത്രം ഞാൻ ഉദ്ദേശിച്ചുകൊണ്ട് പറഞ്ഞല്ല കേട്ടോ. അതായത് ക്രിസ്മസ് എക്സാം കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് എന്താ വരാൻ പോകുന്നത്? നമ്മുടെ ബോർഡ് എക്സാം ആണ് വരാൻ പോകുന്നത് അല്ലേ. സോ എത്ര മാസങ്ങളുണ്ട് നമ്മളെ മുന്നിൽ? വളരെ ചുരുങ്ങിയ മാസങ്ങൾ മാത്രമേ നമ്മുടെ മുന്നിലുള്ളൂ അല്ലേ. ക്രിസ്മസ് എക്സാം ഇതാ അടുത്ത മാസം വന്നു കഴിഞ്ഞു. അതിന് വേണ്ടിയിട്ട് നമ്മൾ നന്നായിട്ട് പ്രിപ്പയർ ചെയ്യണം. നന്നായിട്ട് നമ്മൾ ഓരോ ചാപ്റ്റേഴ്സിലൂടെയും നമ്മൾ തറോ ആയിട്ട് ഡീപ്പായിട്ട് എല്ലാ നോളജ് നമ്മൾ എക്വയർ ചെയ്യണം. എന്നിട്ട് വേണം നമ്മൾ എക്സാം എഴുതാൻ. അതെന്തുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞത്? പല കുട്ടികളും ഈ ക്രിസ്മസ് എക്സാമിന്റെ പരീക്ഷയ്ക്കൊന്നും ചിന്തിക്കാത്തൊരു കാര്യമുണ്ട്. അതായത് ഈ ഒരു എക്സാം കഴിഞ്ഞാൽ വീണ്ടും 2 മാസം ഉണ്ടല്ലോ, അത് കഴിഞ്ഞിട്ട് നമുക്കിനി ബോർഡ് എക്സാമിലേക്ക് പ്രിപ്പയർ ചെയ്താൽ പോരെ, പഠിച്ചാൽ പോരെയെന്ന്. ഒരിക്കലും അല്ല കേട്ടോ. ക്രിസ്മസ് എക്സാമിന്റെ പോർഷൻസ് ഒക്കെ എടുത്ത് നോക്കിയപ്പോൾ തന്നെ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായിട്ടുണ്ടാവും. അതായത് നമുക്ക് ഏകദേശം ആ ടെക്സ്റ്റ് ബുക്കിലെ എന്താ പറയുക 90% പോർഷൻസും ഈ ക്രിസ്മസ് എക്സാമിനുണ്ട്. വെറും 10% പോർഷൻ, അതായത് ചിലപ്പോൾ അവസാനത്തെ 1 ചാപ്റ്ററോ 2 ചാപ്റ്ററോ മാത്രമേ നമുക്ക് ക്രിസ്മസ് എക്സാമിന് ഇല്ലാത്തതായിട്ടുള്ളൂ. അല്ലാതെ തുടക്കം മുതൽ അവസാനം വരെയുള്ള എല്ലാ ചാപ്റ്റേഴ്സും ഉണ്ടല്ലേ. യെസ്. അപ്പം ഈ ഒരു ക്രിസ്മസ് എക്സാമിന് വേണ്ടിയിട്ട് നിങ്ങൾ നന്നായിട്ട് പഠിച്ചാൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് ബേർഡൻ കുറയും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് കുറേ സമയം കിട്ടുമല്ലോ. ആ സമയത്തൊക്കെ നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഇപ്പോഴേ നിങ്ങൾ പ്രോപ്പറായിട്ട് പഠിക്കുകയാണ്, ഈ ഒരു എക്സാം നിങ്ങൾ നന്നായിട്ട് എഴുതുകയാണെങ്കിൽ നിങ്ങൾക്ക് ബോർഡ് എക്സാമിന് വളരെ എന്താ പറയുക അധിക സമയമാണ് കിട്ടാൻ പോകുന്നത്. അതായത് കൂടുതൽ സമയം കിട്ടും. ആ സമയം കൊണ്ട് നിങ്ങൾക്ക് റിവൈസ് ചെയ്യാൻ പറ്റും, കൂടുതൽ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിലൂടെയൊക്കെ നിങ്ങൾക്ക് കടന്നു പോകാനായിട്ട് പറ്റും. ഓക്കെ. ആൻഡ് നീറ്റ് ജെഇ ആസ്പിറൻസിനാണെങ്കിൽ നീറ്റ് ജെഇക്ക് വേണ്ടിയിട്ട് കൂടുതൽ സമയം അവിടെ നിങ്ങൾക്ക് ലാഭിക്കാൻ പറ്റും. അപ്പം ഇങ്ങനെയുള്ള കുറേ ഗുണങ്ങളുണ്ട്. അതൊക്കെ ഇവിടെ ഇരിക്കട്ടെ. നിങ്ങൾ എന്തായാലും ക്രിസ്മസ് എക്സാമിന് നന്നായിട്ട് പഠിക്കും, അല്ലെങ്കിൽ ബോർഡ് എക്സാമിന് വേണ്ടിയിട്ടുള്ള എല്ലാ മുൻകരുതലുകളും നിങ്ങൾ ഇപ്പം തന്നെ എടുക്കും എന്നുള്ളൊരു വിശ്വാസം എനിക്കുണ്ട്. എന്നാലും ഞാൻ കുറച്ച് ടിപ്സും ട്രിക്സും ഒക്കെ പറഞ്ഞുതരാം. ഓക്കെ. യെസ്. സോ നമുക്ക് എന്താണ് ആദ്യം വേണ്ടത്? എല്ലാവരും പൊതുവായിട്ട് പറയുന്ന ഒരു കാര്യമാണിത്. എന്താ നമുക്ക് ആദ്യം വേണ്ടത്? അതായത് പ്രോപ്പർ പ്ലാനിങ്. നിങ്ങൾ എന്ത് ചെയ്യുക? കലണ്ടർ എടുക്കുക. അങ്ങോട്ട് കലണ്ടർ എടുത്തിട്ട് നിങ്ങൾ നോക്കുക. അതായത് ഇനി വരാൻ പോകുന്ന എക്സാം, ഞാൻ ഇനി എഴുതാൻ പോകുന്ന എക്സാം ഈ എക്സാം ആണ്. അതിന് എൻ്റെ മുന്നിലുള്ളത് 1 മുതൽ അല്ലെങ്കിൽ എത്രയാണോ ദിവസം അത്രയും ഡേയ്സ് ആണ് ഉള്ളത്. ഓക്കെ. അപ്പം ആ ഡേയ്സിൽ ഞാൻ എങ്ങനെ പ്രോപ്പറായിട്ട് ഓരോ സബ്ജക്റ്റിലെയും ഇത്ര ചാപ്റ്റേഴ്സ് വെച്ചിട്ട് പ്ലാൻ ചെയ്യാൻ പറ്റും. ഓരോ ചാപ്റ്ററും ഞാൻ ഇത്ര സമയമാണ് കൊടുക്കേണ്ടത്. 2 മണിക്കൂറാണ് 3 മണിക്കൂറാണ് കൊടുക്കേണ്ടത്. ഓക്കെ. എൻ്റെ വീക്ക് ഏരിയ ഏതാണ്, അല്ലെങ്കിൽ എനിക്ക് നന്നായിട്ട് അറിയുന്ന ഭാഗങ്ങൾ ഏതാണ്, അതിനനുസരിച്ച് ഞാൻ സമയം എന്ത് ചെയ്യണമെന്ന് കൺട്രോൾ ചെയ്യണം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഒരു പ്രോപ്പർ പ്ലാനിങ്, ഒരു പ്രോപ്പർ ഷെഡ്യൂൾ നിങ്ങൾ എപ്പോഴും ഉണ്ടാക്കുക. അതായത് എനിക്ക് എക്സാമിന് 30 ദിവസമുണ്ട്, എനിക്ക് പഠിക്കാനുള്ളത് 20 ചാപ്റ്റേഴ്സാണ്. അപ്പോൾ ആ 20 ചാപ്റ്റേഴ്സിൽ ഓരോ ദിവസം ഞാൻ ഓരോ ചാപ്റ്റർ ഇത്ര മണിക്കൂർ വെച്ച് പഠിക്കുന്നതായിരിക്കും. ഓക്കെ. അപ്പം അങ്ങനത്തെ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ നിങ്ങൾ കൊണ്ടുവരിക കേട്ടോ. ആ സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ആയിട്ടിരിക്കുക. അതായത് ആ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ബാക്കി അങ്ങോട്ടേക്കൊക്കെ ഈസിയായി. പൊതുവെ കുട്ടികൾക്ക് ഒരു പ്ലാനും ഉണ്ടാവില്ല. അയ്യോ എനിക്ക് ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ടല്ലോ, എനിക്ക് ഫിസിക്സ് അറിയില്ലല്ലോ, കെമിസ്ട്രി അറിയില്ലല്ലോ, മാത്സ് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിരിക്കും. എവിടെ നിന്ന് തുടങ്ങണം, എങ്ങനെ തുടങ്ങണം എന്നൊന്നും അറിയില്ല എന്ന് പറഞ്ഞിട്ട് തന്നെ ഓരോ ദിവസം മുന്നോട്ടേക്ക് പോകും. അങ്ങനെ അവർ പറയും എക്സാം ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു, ഞാനൊന്നും എഴുതിയിട്ടില്ല എന്നൊക്കെയാണ് പറയുന്നത് നമ്മൾ കാണാറ്. ഇതെന്തുകൊണ്ടാണ്? നമ്മൾ തന്നെ ഇരുന്നിട്ട് ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കുന്നത് കൊണ്ടാണ്. അപ്പോൾ ഒരു പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ആണ് ശരിക്കും പറഞ്ഞാൽ നിങ്ങളുടെ മൊത്തത്തിലുള്ള ആ ഒരു എന്താ പറയുക പഠനത്തിൻ്റെ ബാക്ക് ബോൺ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ ഒരു സ്റ്റഡി പ്ലാൻ നിങ്ങൾ തീർച്ചയായും കൊണ്ടുവരിക. അതെങ്ങനെ, എത്ര ദിവസമുണ്ട് എന്ന് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. ഈ ദിവസങ്ങളിൽ നിങ്ങൾ ഓരോ സബ്ജക്റ്റിലെയും ഇത്ര ചാപ്റ്റേഴ്സ് ഉണ്ട്, ആ ഓരോ ചാപ്റ്റർക്കും നിങ്ങൾ ഇത്ര സമയം വീതമാണ് പഠിക്കാൻ പോകുന്നത്. അതിൻ്റെ മണിക്കൂർ പോലും നിങ്ങൾ അവിടെ കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഓക്കെ. സോ പ്രോപ്പർ സ്റ്റഡി പ്ലാൻ ഇസ് ഓൾവേസ് ഇമ്പോർട്ടൻറ്റ്. ഞാൻ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കി, ആ സ്റ്റഡി പ്ലാൻ അവിടെ ഓരത്ത് വെച്ചിട്ട് കാര്യമുണ്ടോ? ഒരു കാര്യമില്ല അല്ലേ. ഞാൻ സ്റ്റഡി എന്ന് പറയുന്നത്, അതായത് പഠനം എന്ന് പറയുന്നത് റുട്ടീൻ ആക്കണം. കൺസിസ്റ്റൻ്റ് ആയിട്ട് ഞാൻ ആ സ്റ്റഡി പ്ലാനിൽ സ്റ്റിക്ക് ഓൺ ആയിരിക്കണം. അതായത് എൻ്റെ കയ്യിൽ സ്റ്റഡി പ്ലാൻ ഉണ്ട്, ആ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ദിവസം കറക്റ്റായിട്ട് പഠിക്കുക എന്നുള്ളത് അത് എൻ്റെ ദൗത്യമാണ്. അല്ല, അത് ആരുടെ റെസ്പോൺസിബിലിറ്റി? എൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. അത് മനസ്സിലാക്കുക. പല കുട്ടികളും വേഗം വന്ന് സ്റ്റഡി പ്ലാനൊക്കെ ഉണ്ടാക്കി അവരെ ഇരിക്കുന്ന സ്റ്റഡി ടേബിളിൻ്റെ മുന്നിൽ അങ്ങ് ഒട്ടിച്ചൊക്കെ വെക്കും. ഒട്ടിച്ച് വെച്ചതോടുകൂടി അതവിടെ കഴിഞ്ഞു. പിന്നെ അത് നോക്കുക, പഠിക്കുക എന്നുള്ളതൊക്കെ പിന്നെ രണ്ടാമത്തെ കാര്യമായി മാറി അല്ലേ. അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ആ ഒരു സ്റ്റഡി പ്ലാനിൽ നിങ്ങൾ സ്റ്റിക്ക് ഓൺ ആയിരിക്കണം. അതായത് നിങ്ങൾ ദിവസം പഠിക്കണം. ഞാൻ ചൊവ്വാഴ്ച രാത്രി 7 മുതൽ 9 മണി വരെ ഫിസിക്സിന്റെ ഈ ചാപ്റ്റർ പഠിക്കുമെന്ന് സ്റ്റഡി പ്ലാനിൽ കൊടുത്തു. ആ കൃത്യസമയത്ത് ആ ദിവസം നിങ്ങൾ വന്നിരുന്നിട്ട് ഫിസിക്സിന്റെ ആ ചാപ്റ്റർ നിങ്ങൾ പഠിക്കണം. ഇൻ കേസ് നിങ്ങൾ 2 മണിക്കൂർ ചാപ്റ്ററിന് ഇട്ടു, പക്ഷേ 2 മണിക്കൂർ കൊണ്ട് എന്ത് സംഭവിച്ചില്ല? ചാപ്റ്റർ തീർന്നില്ല. കുഴപ്പമില്ല. നിങ്ങൾ എന്ത് ചെയ്യുക? എക്സ്ട്രാ കുറച്ച് സമയം കണ്ടെത്തിയിട്ട് വരും ദിവസങ്ങളിൽ നിങ്ങളത് അഡ്ജസ്റ്റ് ചെയ്യുക. അങ്ങനെയാണ് നിങ്ങൾ ചെയ്യേണ്ടത് കേട്ടോ. ആൻഡ് പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് എപ്പോഴും ഒരു സ്റ്റഡി ടൈം ഉണ്ടാവണം.
ഓക്കെ, അതായത് ചില ആൾക്കാർ രാവിലെ ഇരുന്ന് പഠിക്കും, ചില ആൾക്കാർ രാത്രി ഇരുന്ന് പഠിക്കും. അപ്പം നിങ്ങൾക്ക് എപ്പോൾ പഠിച്ചാലാണ് കൂടുതലായിട്ട് തലയിൽ കയറുക എന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പം ആ ടൈം എപ്പോഴാണോ അതിനനുസരിച്ച് വേണം നിങ്ങൾ സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കാനും അതിനനുസരിച്ച് വേണം നിങ്ങൾ ഇരുന്ന് പഠിക്കാനും. ഉറക്കം വരുന്ന സമയത്ത്, അല്ലെങ്കിൽ ഞാൻ ഡെയിലി ഉറങ്ങുന്ന സമയം 10 മണിക്ക് പഠിക്കാൻ വയ്യ എന്ന് പറഞ്ഞ് നിങ്ങൾ അതിൻ്റെ മുന്നിൽ ഇരുന്നാൽ പഠിക്കുന്ന ഒരു സാധനം നിങ്ങൾ തലയിൽ നിൽക്കൂല. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, പ്രോപ്പറായിട്ട് ഒരു സ്റ്റഡി ടൈമും കണ്ടെത്തുക, എന്നിട്ട് റെഗുലർ ആയിട്ട് ഇരുന്ന് പഠിക്കുക. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. റെഗുലർ ആയിട്ട് ഡെയിലി ബേസിസിൽ നിങ്ങളെ സ്റ്റഡി പ്ലാൻ അനുസരിച്ച് ആ സമയം നിങ്ങൾ പറഞ്ഞ സബ്ജക്റ്റിലെ പറഞ്ഞ ചാപ്റ്റർ നിങ്ങൾ പഠിക്കുക. ഓക്കെ, ഇനി എഫക്റ്റീവ് ടൈം മാനേജ്മെന്റ്. എങ്ങനെ നമുക്ക് ടൈം മാനേജ് ചെയ്യാൻ പറ്റും? എങ്ങനെ ടൈം മാനേജ് ചെയ്യാൻ പറ്റും? നമുക്കറിയാം ഇത്ര ചാപ്റ്റേഴ്സ് അല്ല, ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്, നമ്മളെ മുന്നിൽ എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കറിയാം അല്ലേ. അപ്പോൾ ആ ഓരോ ദിവസത്തിലും ഞാൻ നേരത്തെ പറഞ്ഞു, നിങ്ങളെ വീക്ക് ഏരിയ, നിങ്ങൾക്ക് നന്നായിട്ട് അറിയുന്ന ഏരിയാസ് ഒക്കെ നിങ്ങൾക്ക് അറിയാം. അപ്പം അതിനനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യുക, ടൈം മാനേജ് ചെയ്യാം. ഓക്കെ, ഒന്ന്, എനിക്കൊരു ചാപ്റ്റർ അറിയാം, ആ ചാപ്റ്ററിന് ഞാൻ ഒരു 2 മണിക്കൂർ കൊടുത്താൽ മതി. എനിക്കൊരു ചാപ്റ്റർ അറിയില്ല, അപ്പോൾ ആ ചാപ്റ്ററിന് ഞാൻ എന്ത് ചെയ്യണം, ഒരു 4 മണിക്കൂർ കൊടുക്കണം. ആ ഒരു ബോധം നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലാതെ എല്ലാ ചാപ്റ്റേഴ്സിനും ഒരേപോലെ സമയം വീതിച്ച് നൽകാൻ പാടില്ല. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറയുന്നതും ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഘടകമാണ്. എപ്പോഴും നിങ്ങൾ പഠിക്കാനിരിക്കുമ്പം സമയം കണക്കാക്കി പഠിക്കുക കേട്ടോ. ഓക്കെ, ആൻഡ് വെറുതെ ഇരുന്ന് നേരം കളഞ്ഞ് ആ ചാപ്റ്ററിന്റെ മേലെ അങ്ങ് പഠിക്കരുത്. ഓക്കെ, ഒരു ചാപ്റ്റർ നിങ്ങൾ പഠിക്കാതിരിക്കുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ടുള്ള ഏരിയാസ് ഒക്കെ ഉണ്ടാവും. അപ്പം ആ ഒരു ഡൗട്ടും കാര്യങ്ങളൊക്കെ ക്ലിയർ ചെയ്യണമെങ്കിൽ നിങ്ങൾ റിസോഴ്സസ് യൂസ് ചെയ്യണം അല്ലേ. അല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഫ്രണ്ട്സിനോട് ചോദിക്കുക, അല്ലെങ്കിൽ പാരൻസിനോട് ചോദിക്കുക, ടീച്ചേഴ്സിനോട് ചോദിക്കുക. അങ്ങനെ ചോദിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്തിട്ട് തന്നെ കൂടെ പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ ടൈം മാനേജ് ചെയ്യുക. ഈ ടൈം മാനേജ്മെന്റ് പഠിക്കാനിരിക്കുമ്പോൾ മാത്രം പോരാ, എക്സാം എഴുതുമ്പോൾ കുട്ടികളുടെ എപ്പോഴും പറയുന്ന ഒരു കാര്യമാണ് ടൈം മാനേജ്മെന്റ്. നിങ്ങൾക്കറിയാം 3 മണിക്കൂറാണ് പരീക്ഷ. ആ 3 മണിക്കൂർ പരീക്ഷയ്ക്കുള്ളിൽ നിങ്ങൾ കംപ്ലീറ്റ് കണ്ടന്റ് എഴുതി തീർക്കണം അല്ലേ, എഴുതണം നിങ്ങൾ. സോ ചിലപ്പോൾ 2 മാർക്കിന്റെ ക്വസ്റ്റ്യന് നിങ്ങൾ എന്താ പറയാ, ഒരു എസ്സേ പോലെ അങ്ങ് എഴുതും. കാര്യമുണ്ടോ? 2 മാർക്കിലേ കിട്ടുള്ളൂ. സോ അവിടെയും നിങ്ങൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കണേ. സോ ടൈം മാനേജ്മെന്റ് എന്ന് പറഞ്ഞാൽ നമ്മളെ ജീവിതത്തിൽ നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് നിങ്ങൾ നിങ്ങളുടെ ഈ ഒരു സ്റ്റഡി പ്ലാനിലൂടെ കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഇനി മുന്നോട്ടേക്ക് പല കാര്യങ്ങളും നിങ്ങൾക്കത് എന്ത് ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അടുത്തതാണ് ആക്റ്റീവ് പാർട്ടിസിപ്പേഷൻ ഇൻ ക്ലാസ്. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ എക്സാം ഒക്കെ വരുന്നതിന് മുന്നേ ടീച്ചേഴ്സ് പറയും നിങ്ങൾ കമ്പൈൻഡ് ആയിട്ട് ഓരോ ഗ്രൂപ്പായിട്ട് ഇന്ന കാര്യങ്ങളൊക്കെ പഠിക്കുക, എന്നിട്ട് ഒരു ഗ്രൂപ്പിന് നിങ്ങൾ പറഞ്ഞു കൊടുക്കുക എന്നൊക്കെ പറയുന്നത് കാണാറുണ്ട്. അല്ലെങ്കിൽ ടീച്ചർ തന്നെ എന്ത് ചെയ്യും, ഒരു ടോപ്പിക്കിനെ ബേസ് ചെയ്തിട്ട് ഡിസ്കസ് ചെയ്യും. അതായത് റിവിഷൻ ക്ലാസ്സും കാര്യങ്ങളൊക്കെ വെക്കും. അതെന്തിനു വേണ്ടിയിട്ടാണ്, നിങ്ങൾ എഫക്റ്റീവായിട്ട് ആൻസർ ഇങ്ങോട്ടേക്ക് പറയാൻ വേണ്ടിയിട്ട്. അപ്പം അവിടെയൊക്കെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുള്ളത് പല കുട്ടികളും മിണ്ടാതിരിക്കും. അയ്യോ ഞാനിത് എങ്ങനെ പറയാം, എംബാരസ്ഡ് ആവും അല്ലെ, അയ്യോ ഞാനിത് പറയുന്നില്ല, എനിക്കിത് അറിയുന്നില്ലല്ലോ, ഞാൻ പറഞ്ഞാൽ തെറ്റിപ്പോവോ അല്ലെ, അങ്ങനെ അവർ ഒതുങ്ങി കൂടിപ്പോവും. ഓക്കെ, അപ്പോഴൊക്കെ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നിങ്ങളെ ആ ഒരു ആക്ടിവിറ്റി അവിടെ കുറയുമ്പം എന്താ പറയുക, നിങ്ങൾക്ക് കിട്ടേണ്ട പല നോളജും അവിടെ ചിലപ്പോൾ മിസ്സായി പോകും. അപ്പം അങ്ങനെ ഉണ്ടാകാൻ പാടില്ല. അപ്പോൾ ക്ലാസ്സിൽ വല്ല ഡിസ്കഷൻസ് ഒക്കെ നടക്കുകയാണെങ്കിൽ നിങ്ങൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുക. ഉത്തരം തെറ്റിക്കോട്ടെ, ഓക്കെ, ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ ഉത്തരം പറയുക. നിങ്ങൾ ചോദ്യങ്ങൾ ചോദിക്കാൻ പഠിക്കുക. ഓക്കെ, അതായത് ഞാനൊരു ടോപ്പിക്ക് പഠിക്കുമ്പോൾ എനിക്ക് അതിൽ കുറേ ഡൗട്ട്സ് വരുന്നു, കുറേ ചോദ്യങ്ങൾ വരുന്നു. ഓക്കെ, അതൊക്കെ മറച്ച് വെച്ചിട്ട് വെറുതെ അത് കാണാപ്പാടം പഠിക്കരുത്. ഓക്കെ, അപ്പോൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് വേണം എപ്പോഴും പഠിക്കാൻ. അതേപോലെ ക്ലാസ്സിൽ ഇരിക്കുമ്പം ടീച്ചേഴ്സ് പറഞ്ഞു തരുന്ന നോട്ട്സ് വെറുതെ കേട്ട് ഇരിക്കരുത്, കണ്ടിരിക്കരുത്, എഴുതി വെക്കുക. ഓക്കെ, നാളെ നമുക്കിത് മറന്നു പോകാൻ ചാൻസ് ഉണ്ട്. സോ എപ്പോഴും എന്ത് ചെയ്യുക, നോട്ട്സ് എഴുതി വെക്കുക. അതും വെറുതെ കുറേ വാരി വലിച്ചെഴുതാതെ ക്രിസ്പ് പോയിന്റ്സ് മാത്രം, ബുള്ളറ്റ് പോയിന്റ്സ് മാത്രമായിട്ട് എഴുതി വെക്കുക. അടുത്തതാണ് തറോ റിവ്യൂ. അതായത് ഓരോ ക്ലാസ്സും കഴിയുമ്പം ഓരോ ടീച്ചർ വരുന്നു, ക്ലാസ് എടുക്കുന്നു, പോകുന്നു. അപ്പോൾ ഓരോ ക്ലാസ് കഴിയുമ്പോഴും നിങ്ങൾക്കറിയാം ടീച്ചർ എടുത്തത് ഇന്ന ചാപ്റ്ററാണ് അല്ലെ, ടീച്ചർ ഇന്ന ടോപ്പിക് എടുത്തു, ഇത്ര നോട്ട്സ് ഒക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ആ നോട്ട്സ് ഒക്കെ നിങ്ങളൊന്ന് എന്ത് ചെയ്യുക, ഓടിച്ചിട്ട് നോക്കുക, ഒന്ന് റിവ്യൂ ചെയ്യുക. ഓക്കെ, മിസ് എടുത്ത കാര്യങ്ങളൊക്കെ ഞാൻ ശ്രദ്ധിച്ചിരുന്നു, അപ്പോൾ ഇന്ന കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്, ഞാൻ ആ നോട്ട്സ് ഒക്കെ പ്രോപ്പറായിട്ട് എഴുതിയിട്ടുണ്ട്. എന്തെങ്കിലും മിസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് തൊട്ടടുത്തിരിക്കുന്ന ആളടുത്ത് നിന്ന് അത് സോൾവ് ചെയ്യാമല്ലോ അല്ലെ. അതേപോലെ ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ്, അതായത് ഇപ്പോൾ ടീച്ചേഴ്സ് ക്ലാസ് എടുക്കുമ്പോൾ അവർ എല്ലാ ചാപ്റ്ററിലെ എല്ലാ ഭാഗങ്ങളും ഇമ്പോർട്ടൻറ്റ് എന്ന് പറയില്ല. ചില കാര്യങ്ങൾ അവർ പറയും, എക്സാമിന് എപ്പോഴും ചോദിക്കാറുണ്ട്, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ് ആണ്, മാർക്ക് ചെയ്ത് വെക്കുക, ഇമ്പോർട്ടൻ്റ് എന്ന് VVIP എന്നൊക്കെ എഴുതി വെക്കുക എന്ന് പറയും. അപ്പം അങ്ങനെയുള്ള ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റ്സ് ഒക്കെ നിങ്ങൾ ഹൈലൈറ്റ് ചെയ്ത് വെക്കുക കേട്ടോ. അതേപോലെ ഡൗട്ട് ഞാൻ പറഞ്ഞതുപോലെ തന്നെ എപ്പോഴും ടീച്ചേഴ്സിനോടും ഫ്രണ്ട്സിനോടൊക്കെ ചോദിച്ച് മനസ്സിലാക്കി ക്ലാരിഫൈ ചെയ്തിട്ട് പഠിക്കുക. ഡൗട്ടോട് കൂടി പഠിക്കുകയാണെങ്കിൽ അത് ബൈ ഹാർട്ട് ആയിപ്പോവും. അപ്പോൾ നിങ്ങൾ അത് പഠിച്ച ഉടനെ തന്നെ മറന്നുപോകും. അങ്ങനെ ഇല്ലാതിരിക്കണമെങ്കിൽ നിങ്ങൾ കോൺസെപ്റ്റ് മനസ്സിലാക്കണം. കോൺസെപ്റ്റ് മനസ്സിലാക്കണമെങ്കിൽ എന്താ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ ഡൗട്ടും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൂടെ തന്നെ ക്ലിയർ ചെയ്ത് പോവുക. ഓക്കെ, ഇനി ചില സ്റ്റഡി ടെക്നിക്സ് ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. എന്താ സംഭവം, ഇപ്പം ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ എപ്പോഴും കുട്ടികളോട് പറയാറുണ്ട്. ഇപ്പം ബയോളജി ഒക്കെ ആണെങ്കിൽ ഞാൻ പറയും,
അതായത് ഇപ്പം നിങ്ങൾക്കൊരു ചാപ്റ്റർ ഉണ്ട്, അതിൽ കുറേ സബ് ഹെഡിങ്സ് ഉണ്ടാവില്ല. സബ് ഹെഡിങ് ഒക്കെ എഴുതിയിട്ട് ആ ഒരു സബ് ഹെഡിങ്ങിൽ വരുന്ന അല്ലെ, ഓരോ ചാപ്റ്ററിലും സബ് ഹെഡിങ്സ് ഉണ്ട്, ആ സബ് ഹെഡിങ്ങിൽ വരുന്ന ആ ഒരു കോൺസെപ്റ്റ് ഉണ്ടാവില്ലേ, അതിന്റെ പോയിന്റ്സ്, ടേംസ് മാത്രം നിങ്ങൾ ബുള്ളറ്റ് ആക്കിയിട്ട് ഇങ്ങനെ എഴുതി വെക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ അത് എന്താണെന്ന് വിശദമായി എഴുതണ്ട. കാരണം നിങ്ങൾക്ക് റിവൈസ് ചെയ്യാനിരിക്കുമ്പോൾ ടെക്സ്റ്റ് ബുക്കോ അല്ലെങ്കിൽ നോട്ട് ബുക്കോ എടുത്ത് വെച്ച് ഇങ്ങനെ റിവൈസ് ചെയ്താൽ നടക്കൂല, അതിനുള്ള സമയമില്ല. അപ്പൊ നമ്മൾ എന്ത് ചെയ്യുക, ഇതുപോലെ നമ്മൾ തന്നെ ഹാൻഡ് റിട്ടൺ നോട്ട്സ്, ഷോർട്ട് നോട്ട്സ് ഉണ്ടെങ്കിൽ നമ്മളത് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാര്യങ്ങളും പെട്ടെന്ന് തന്നെ കത്തും. ഓക്കെ, അപ്പൊ സമ്മറൈസ് ചെയ്യാൻ പഠിക്കുക. രണ്ടാമത്തത് പാരഗ്രാഫ് കണക്കിന് പഠിക്കാതെ ഓരോ കോൺസെപ്റ്റിൽ നിന്നും നിങ്ങൾക്ക് പറ്റുന്ന പോലെ മൈൻഡ് മാപ്പ് ഉണ്ടാക്കുക. അത് നിങ്ങളെ എന്താ പറയുക, മെമ്മറീനെ എൻഹാൻസ് ചെയ്യും. രണ്ടാമത്തത് ഫ്ലാഷ് കാർഡ്സ് ഉണ്ടാക്കുക. അതേപോലെ തന്നെ എപ്പോഴും ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക, പ്രോബ്ലംസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എപ്പോഴും ക്വസ്റ്റ്യൻസോ പ്രോബ്ലംസോ ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം ഈസി ആയിരിക്കും. കുറെ തിയറി മാത്രം വെച്ച് എക്സാം എഴുതാൻ പോയിട്ട് കാര്യമില്ല, ആ ക്വസ്റ്റ്യനോട് നിങ്ങൾക്ക് പരിചയം വേണം. സോ എപ്പോഴും പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ചെയ്ത് പഠിക്കുക. ഓക്കെ, അതേപോലെ തന്നെ നിങ്ങൾക്ക് വല്ല കോൺസെപ്റ്റ് മാപ്പ് ഒക്കെ ഉണ്ടാക്കുക, ഫ്ലോ ചാർട്ട് ഉണ്ടാക്കുക. ഓക്കെ, അതൊക്കെ സ്റ്റഡി ട്രിക്സ് ആൻഡ് ടെക്നിക്സ് ആണ് അല്ലേ. അപ്പൊ ആ രീതിയിലൊക്കെ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ, അതായത് ഒരു കോൺസെപ്റ്റ്, ഇങ്ങനെ ഇരിക്കുന്ന കോൺസെപ്റ്റിന്, ഒരു വലിയ സാരി പോലെ കിടക്കുന്ന കോൺസെപ്റ്റിന് നമ്മൾ എന്താ ചെയ്യുക, സാരി എന്താ ചെയ്യുക, അങ്ങനെ തന്നെ എടുത്ത് അലമാരയിൽ വെക്കോ? ഇല്ല, നമ്മളിങ്ങനെ മടക്കി അതിനെ ചെറുതാക്കും, എന്നിട്ട് നല്ല വൃത്തിക്ക് എടുത്ത് വെക്കും. അതുപോലെ വലിയൊരു കോൺസെപ്റ്റിന് നിങ്ങൾ എന്ത് ചെയ്യുക, മടക്കി വല്ല ഫ്ലോ ചാർട്ട് ആക്കിയിട്ടോ മൈൻഡ് മാപ്പ് ആക്കിയിട്ടോ മാറ്റുക, എന്നിട്ട് നിങ്ങളത് പഠിക്കുക. അപ്പൊ നിങ്ങൾക്കത് ഓർമ്മയിൽ എപ്പോഴും നിലനിർത്താൻ പറ്റും. ഓക്കെ, അടുത്തത് ബ്രേക്കിംഗ് ഡൗൺ മെറ്റീരിയൽ. എന്താ സംഭവം? അതായത് ഞാനിപ്പോൾ പറഞ്ഞു, കോംപ്ലക്സ് ആയിട്ടുള്ള ടോപ്പിക്കുകളുണ്ട്. ചില ടോപ്പിക്ക് നമ്മളിങ്ങനെ 1 മണിക്കൂർ 2 മണിക്കൂർ ഇരുന്നാലും തലയിൽ കയറൂല. അപ്പം അങ്ങനെയുള്ള ടോപ്പിക്കിനെ എങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കുന്ന രീതിയിൽ നിങ്ങൾക്ക് മാനേജ് ചെയ്ത് പഠിക്കാൻ പറ്റും. അപ്പൊ വലിയൊരു ടോപ്പിക്കിനെ നിങ്ങൾ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് വരെ ഒറ്റയടിക്ക് പഠിക്കാനിരിക്കരുത്. ഒറ്റ സ്ട്രെച്ചിന് 3-4 പേജ് പഠിക്കാനിരിക്കരുത്. ഒരു ടോപ്പിക്കിനെ തന്നെ നിങ്ങൾ 6, 5, 7, 8 പാർട്സ് ആക്കിയിട്ട് കട്ട് ചെയ്യുക. എന്നിട്ട് ഓരോ പാർട്ടും പഠിക്കുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അത് എല്ലാം കൂടി ഒരുമിച്ച് എന്ത് ചെയ്താൽ മതി, മനസ്സിലാക്കി എടുത്താൽ മതി. ഓക്കെ, അതേപോലെ ബൈഹാർട്ട് പഠിക്കുന്നത് കുറയ്ക്കുക. മനസ്സിലാക്കി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാമിന് എന്താ പറയുക, ഇങ്ങനെ ലൈനുകൾ തപ്പിപ്പോകേണ്ട ആവശ്യം വരില്ല. നിങ്ങൾക്ക് ഫ്ലോയിൽ എക്സാം എഴുതാനായിട്ട് പറ്റും. ഓക്കെ, യെസ്. സോ ഈ ഒരു കാര്യമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ നോക്കേണ്ടത് കേട്ടോ. അതായത് ടോപ്പിക്കുകൾ ഇങ്ങനെ ഒറ്റയടിക്ക് പഠിക്കാതെ നിങ്ങൾ അതിനെ പാർട്സ് ആക്കിയിട്ട് പഠിക്കാൻ ശ്രമിക്കുക. പഠിക്കാനിരിക്കുമ്പം എൻ്റെ അമ്മയും അച്ഛനും എല്ലാവരും അവിടെ ഇരുന്ന് വർത്താനം പറയുന്നുണ്ട്, ടി വി കാണുന്നുണ്ട്, ടി വി വെച്ചിട്ടുണ്ട്, പാട്ട് കേൾക്കുക, ഇങ്ങനെയല്ല പഠിക്കേണ്ടത്. എപ്പോഴും നിങ്ങളെ ചുറ്റിലും ഒരു ഡിസ്ട്രാക്ഷൻസും ഇല്ലാതെ, അത് മൊബൈൽ ആണെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ആണല്ലേ, സിസ്റ്റം ആണെങ്കിലും ഒരു ഡിസ്ട്രാക്ഷൻ ആണ്, ഇനി അമ്മയും അച്ഛനും സംസാരിക്കുന്നതാണെങ്കിലും ഡിസ്ട്രാക്ഷൻ ആണ്. അപ്പം ഇങ്ങനെയുള്ള ഡിസ്ട്രാക്ഷൻസ് ഒന്നും ഇല്ലാതെ നിങ്ങളതായിട്ടുള്ള ഒരു സ്റ്റഡി ഏരിയയിൽ പ്രോപ്പറായിട്ട് ഇങ്ങനെ സ്റ്റഡി ടേബിളിൽ ഇങ്ങനെ നട്ടല് നിവർത്തി വെച്ചിട്ട് പഠിക്കാനിരിക്കുക കേട്ടോ. ഓക്കെ, അല്ലാതെ ശബ്ദത്തിന്റെ ഒന്നും ബുദ്ധിമുട്ട് നിങ്ങൾക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് സമയം കൂടുതലായിട്ട് നിങ്ങൾ എടുക്കേണ്ടി വരും, പിന്നെ എത്ര പഠിച്ചാലോ തലയിൽ കയറൂല. സോ എപ്പോഴും ഒരു ഡിസ്ട്രാക്ഷൻ ഫ്രീ എൻവയൺമെന്റ്, ഒരു ക്വയറ്റ് ആയിട്ടുള്ള ഒരു ആംബിയൻസിൽ നിങ്ങൾ പഠിക്കണം. രണ്ടാമതൊരു കാര്യം കൂടി പറഞ്ഞുതരാം. ഇപ്പം ക്വയറ്റ് ആംബിയൻസ് ഒക്കെ ആയിരിക്കും, പക്ഷെ ഓരോ ആൾക്കാർക്കും ഓരോ ലേണിംഗ് സ്റ്റൈൽസ് ഉണ്ട്. ഇപ്പൊ എനിക്ക് വായിച്ചു പഠിക്കണം, ചിലർക്ക് എഴുതി പഠിക്കണം അല്ലെ. അപ്പൊ ഇങ്ങനെ പല ലേണിംഗ് സ്റ്റൈൽ ഉണ്ട്. അപ്പൊ നിങ്ങളെ ലേണിംഗ് സ്റ്റൈൽ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാലോ. അപ്പൊ ആ ലേണിംഗ് സ്റ്റൈൽ ഏതാണ് എന്ന് മനസ്സിലാക്കിയിട്ട് അതിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാൻ. എനിക്ക് വായിച്ചാലാണ് മനസ്സിലാവുക, എഴുതിയിട്ട് കാര്യമില്ല. പക്ഷെ ഞാൻ പോയിട്ട് എഴുതി പഠിച്ചിട്ട് വല്ല യൂസും ഉണ്ടോ? സമയം പോവില്ലേ ഉള്ളൂ. സോ അവരവരെ ലേണിംഗ് സ്റ്റൈലിനനുസരിച്ച് വേണം നിങ്ങൾ പഠിക്കാനിരിക്കാൻ. അതേപോലെ തന്നെ ചില ആൾക്കാരുണ്ട്, അവർക്ക് ഉറക്ക വായിച്ച് പഠിക്കേണ്ടി വരും, ചിലർക്ക് മനസ്സിൽ വായിച്ച് പഠിക്കേണ്ടി വരും. ഉറക്ക വായിച്ച് പഠിക്കാനാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഉറക്ക തന്നെ വായിച്ച് പഠിക്കുക. ആരും നിങ്ങളൊന്നും പറയാൻ പോകുന്നില്ല. ഓക്കെ, ആരെങ്കിലും വന്ന് പറയുകയാണെങ്കിൽ അവരോട് പറയാ, ഇല്ല എനിക്ക് ഉറക്ക വായിച്ച് പഠിക്കണം, എന്നാലേ എൻ്റെ മനസ്സിലത് നിൽക്കുന്നുള്ളൂ, തലയിലത് നിൽക്കുന്നുള്ളൂ, സോ ഞാൻ ഉറക്ക വായിച്ച് പഠിക്കും. ഇല്ല, സൈലന്റ് ആണെങ്കിൽ നിങ്ങൾ സൈലന്റ് ആയിട്ട് പഠിക്കുക. അത് നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ, അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കുക. ഓക്കെ, പിന്നെ ബാലൻസ്ഡ് ലൈഫ് സ്റ്റൈൽ. എന്താ, ഇന്ന് രാത്രി ഇരുന്ന് പഠിച്ചു, നാളെ രാത്രി ഇരുന്ന് പഠിച്ചു, ഞാൻ ഭയങ്കര പഠിപ്പിസ്റ്റാണ്, ഞാൻ ഫുൾ ടൈം പഠിത്തമാണ്, അതിലൊരു കാര്യമില്ല. ഓക്കെ, നമ്മളെ ബോഡിക്കൊരു 24 hour റിതം ഉണ്ട്. അതായത് ഇന്ന സമയത്ത് ഉണർന്നിരിക്കണം, ഇന്ന സമയത്ത് ഉറങ്ങണം. എന്തായാലും നിങ്ങൾക്ക് അറ്റ്ലീസ്റ്റ് ഒരു 6 മണിക്കൂറെങ്കിലും ഉറങ്ങാൻ സാധിക്കണം. 6 മണിക്കൂറെങ്കിലും നിങ്ങൾ ഡെയിലി ഉറങ്ങണം. ഉറങ്ങാതെ ഉറങ്ങുന്ന സമയത്ത് ഇരുന്ന് പഠിച്ചാലും അത് തലയിൽ നിൽക്കാൻ പോകുന്നില്ല. സോ പ്രോപ്പറായിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, ഉറക്കം ഉറപ്പ് വരുത്തുക കേട്ടോ. ഓക്കെ, ചില ഫിസിക്കൽ ആക്ടിവിറ്റിയിലൊക്കെ എൻഗേജ് ആവുക. നമ്മൾ എപ്പോഴും പറയും, ഡാൻസ് ഒക്കെ കളിക്കാൻ വേണ്ടി സ്റ്റേജിൽ കയറുന്ന ആൾക്കാരില്ലേ, അവർ തൊട്ട് മുന്നേ വാമപ്പ് ചെയ്യും. അതെന്താ, നമ്മളെപ്പോഴും ഫിസിക്കൽ ആക്ടിവിറ്റിയിലൊക്കെ നമ്മൾ എൻഗേജ്ഡ് ആവുകയാണ്, നമ്മളെ ബോഡിയൊക്കെ ഒന്ന് എന്താ പറയുക ഇങ്ങനെ മൂവ് ചെയ്യുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, എനർജി കൂടുതലായിട്ട് കിട്ടും, നമ്മളെ ബോഡി ആക്റ്റീവ് ആവും. അല്ലെങ്കിൽ നമ്മളിങ്ങനെ തൂങ്ങി ക്ഷീണിച്ച് ഇരിക്കേണ്ടി വരും. അപ്പോൾ ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ആവും. അപ്പോൾ അറ്റ്ലീസ്റ്റ് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ
ഇപ്പം നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കൊന്ന് ബ്രേക്ക് വേണം തോന്നി. അപ്പോൾ ബ്രേക്ക് വേണം തോന്നുമ്പോൾ അപ്പം തന്നെ മൊബൈൽ എടുക്കരുത്. അപ്പം തന്നെ ഒന്ന് പുറത്തേക്കൊക്കെ ഇറങ്ങി ഒന്ന് നടക്കുക, അല്ലേ? എന്നിട്ട് ഒരു ഗ്ലാസ് ചായയൊക്കെ കുടിക്കുക. അങ്ങനെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയിൽ എൻഗേജ്ഡ് ആവുക കേട്ടോ. അതേപോലെ തന്നെ സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കുക. ഇപ്പം പഠിച്ച് ലാസ്റ്റ് അയ്യോ അമ്മയെന്ന് പറഞ്ഞ് തലയൊക്കെ ഇങ്ങനെ പെരുത്ത് നിൽക്കുമ്പോൾ വീണ്ടും പഠിക്കാനിരിക്കരുത്. ഇല്ല, എനിക്ക് ഇത്ര നേരം വരെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ, ഇപ്പം പഠിക്കുന്നതിന് ഭയങ്കര സമയം എടുക്കുന്നുണ്ട്, കാരണം എൻ്റെ തലയിലേക്കൊന്നും കയറുന്നില്ല, അപ്പം ഞാൻ കുറച്ച് നേരം പോയിട്ട് റെസ്റ്റ് എടുത്തിട്ട് വരാം. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? റെസ്റ്റ് എടുക്കുക, ബ്രേക്ക് എടുക്കുക. എപ്പോഴും ബ്രേക്ക് എടുത്തിട്ട് പഠിക്കുക, ബ്രേക്ക് എടുക്കാതെ പഠിക്കരുത്. ആൻഡ് സ്ട്രെസ് ഫ്രീ ആയിട്ട് പഠിക്കുക. അയ്യോ എന്ന് പറഞ്ഞാൽ സ്ട്രെസ്ഡ് ആയിട്ട് നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ അതിനെക്കൊണ്ട് ഒരു യൂസും ഇല്ല, പഠിച്ചതെല്ലാം തലേന്ന് ഇറങ്ങിപ്പോ. സോ എപ്പോഴും സ്ട്രെസ് ഫ്രീ ആയിട്ടിരുന്ന് പഠിക്കുക കേട്ടോ. ഓക്കെ, യെസ്. ആൻഡ് ആരും നിങ്ങളെ ടീച്ചേഴ്സിനോട് ഒരു ഡൗട്ട് ചോദിക്കാൻ, ഒരു ഹെൽപ്പ് ചോദിക്കാൻ, മാം എനിക്ക് പഠിക്കാൻ പറ്റുന്നില്ല, എനിക്ക് എന്തോ പ്രശ്നമുണ്ട്, എനിക്കൊരു മോട്ടിവേഷൻ വേണം, അല്ലെങ്കിൽ മാം ഒന്ന് എന്നെ സഹായിക്കോ എന്ന് ചോദിക്കാൻ മടിക്കരുത്. ഞങ്ങളോടാണെങ്കിലും പഠിക്കരുത്, ഞങ്ങളും റെഡിയാണ്, നിങ്ങളുടെ ടീച്ചേഴ്സും റെഡി ആയിരിക്കും. നിങ്ങൾ പോയി ചോദിച്ചാലേ അവരത് പറഞ്ഞു തരുള്ളൂ. ഫ്രണ്ട്സിനോട് ചോദിക്കാൻ മടിക്കരുത്. നിങ്ങളെ പഠിപ്പിക്കുന്നത് ആര് തന്നെയാണ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നിങ്ങൾ അമ്മയാണെങ്കിലും ആയിക്കോട്ടെ, അവരോട് ഒരു ഹെൽപ്പ് വേണമെങ്കിൽ അത് ചോദിക്കാൻ നിങ്ങൾ മടിക്കരുത്. ഓക്കെ, യെസ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിൽ എപ്പോഴും സ്റ്റോർ ചെയ്ത് വെക്കുക. ആൻഡ് പ്രോപ്പർ സ്റ്റഡി ടൈം ടേബിൾ ഉണ്ടാക്കുക. ആ ടൈം ടേബിളിനനുസരിച്ച് ഡെയിലി ബേസിസിൽ ഇരുന്ന് പഠിക്കുക. ആൻഡ് പഠിക്കുമ്പോൾ ആലോചിക്കേണ്ട കാര്യം, ഓരോ ടോപ്പിക്കിൻ്റെയും ഷോർട്ട് നോട്ട് നിങ്ങൾ തന്നെ എന്ത് ചെയ്യുക, ഹാൻഡ് റിട്ടൺ ആയിട്ട് നിങ്ങൾ എഴുതി വെച്ചത് നിങ്ങൾ കയ്യിൽ വെക്കുക. അതായത് ഹാൻഡ് റിട്ടൺ ഷോർട്ട് നോട്ട്സ് എപ്പോഴും നിങ്ങൾ കരുതുക. ആ ഷോർട്ട് നോട്ട്സ് വെച്ചിട്ട് വേണം നിങ്ങൾ റിവൈസ് ചെയ്യാൻ. പിന്നെ ടെക്സ്റ്റ് ബുക്കിലും നോട്ട് ബുക്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ഒക്കെ ഉണ്ടാവും, ഇമ്പോർട്ടൻറ്റ് ടേംസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതൊക്കെ ഹൈലൈറ്റ് ചെയ്യുക. ഷോർട്ട് നോട്ട് എഴുതി വെക്കുമ്പോൾ ഞാൻ ഒരു കാര്യം പറയാം, പല ടൈപ്പ് കളർ പെൻസ് യൂസ് ചെയ്യുക. എന്ത് യൂസ് ചെയ്യുക? പല ടൈപ്പ് കളർ പെൻസ് യൂസ് ചെയ്യുക. ഓക്കെ, ഓരോന്നിനും ഓരോ കളർ പെൻ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾ ആ ഒരു നോട്ട് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് എല്ലാം തലയിലേക്ക് കയറ്റാൻ പറ്റും. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്, ഇറ്റ് വർക്ക്സ്. ഓക്കെ, യെസ്. ആൻഡ് നിങ്ങൾ പഠിച്ചു കഴിയുകയാണെങ്കിൽ നിങ്ങൾ പ്രോപ്പറായിട്ട് ഹൈലൈറ്റ് ചെയ്തു, ഷോർട്ട് നോട്ട് ഉണ്ടാക്കി, എല്ലാം സെറ്റാക്കി ചെയ്തു. തിയറി മാത്രം അങ്ങനെ സെറ്റാക്കിയിട്ട് കാര്യമില്ല കേട്ടോ. ഓരോ ടോപ്പിക്ക് പഠിച്ചു കഴിയുമ്പോഴും അതിൻ്റെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം, അല്ലെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുക. ഫിസിക്സ് ആണെങ്കിൽ മാത്സ് ആണെങ്കിൽ പ്രോബ്ലംസ് ചെയ്യുക, കെമിസ്ട്രിയിൽ റിയാക്ഷൻസും കാര്യങ്ങളും ചെയ്യുക. ഓക്കെ, ആൻഡ് ബയോളജി ആണെങ്കിൽ ഡയഗ്രാംസും കാര്യങ്ങളും നോക്കുക, അതിൻ്റെ കൂടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുക. അങ്ങനെ ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, എക്സാം സമയത്ത് നിങ്ങൾ ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ക്വസ്റ്റ്യൻസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് എക്സാം വളരെ ഈസി ആയിരിക്കും. പിന്നെ എന്തിനാണ് എക്സാം പേടിക്കുന്നത്? നമുക്ക് ഒരു പേടി എക്സാം ഇല്ല അല്ലേ? സോ ഇനി മുന്നോട്ട് വരുന്ന എല്ലാ എക്സാംസും നമ്മൾ അടിപൊളിയായിട്ട് എഴുതും. ഓക്കെ, നമുക്കിനി ശരിക്കും പറഞ്ഞാൽ നമുക്കിനി അടുത്ത വീഡിയോ ഒന്ന് ഞാൻ പറയാൻ വരികയായിരുന്നു. അപ്പം എല്ലാ കുട്ടികൾക്കും എൻ്റെ വലിയൊരു എന്താ പറയുക, നമ്മൾ ഒരു ഓൾ ദ ബെസ്റ്റ് എന്നൊക്കെ പറയില്ല, അത് ഞാൻ ഓൾറെഡി തരികയാണ് നിങ്ങൾക്ക്. എന്തുകൊണ്ടാണ്? കാരണം എനിക്ക് നിങ്ങളെ മേലൊരു വിശ്വാസമുണ്ട്. നിങ്ങളെല്ലാവരും ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും പ്രോപ്പറായിട്ട് ചെയ്യുന്നുള്ളൊരു വിശ്വാസമുണ്ട് കേട്ടോ. ഓക്കെ, സോ ഇത് പറയാനാണ് ഞാൻ ഓടി വന്നത്. ഇനി ഞാൻ എൻ്റെ ഡയലോഗ് പറഞ്ഞോട്ടെ. ഇനി ഒരു അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ അടുത്ത ക്ലാസ്സിൽ വരുന്നതായിരിക്കും. ടിൽ ദെൻ ടാറ്റാ.